നമസ്കാരം, ഒരാ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പഠിച്ചു കഴിഞ്ഞ് നിങ്ങൾക്ക് കിട്ടുന്ന സ്റ്റേ ബാക്കിനെ പറ്റിയുള്ള സംശയങ്ങൾക്കുള്ള ഉത്തരമാണ്. അപ്പോൾ പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. 1 ജൂലൈ 2024 മുതൽ ഈ ചേഞ്ചസ് നിലവിൽ വരുന്നതാണ്. ഒന്നാമത്തെ കാര്യം, ഗ്രാജുവേറ്റ് വർക്ക് സ്ട്രീം എന്ന് പറയുന്ന വിസയുടെ പേര് മാറി പോസ്റ്റ് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ വർക്ക് സ്ട്രീം എന്നായി. അതായത് അസോസിയേറ്റ് ഡിഗ്രി, ഡിപ്ലോമ ഓർ ട്രേഡ് ക്വാളിഫിക്കേഷൻസ് നിങ്ങൾ പഠിക്കാൻ വരുന്നവരാണ് ഓസ്ട്രേലിയയെങ്കിൽ അത് മീഡിയം ആൻഡ് ലോങ് ടേം സ്ട്രാറ്റജിക് സ്കിൽ ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 18 മാസം 1.5 വർഷത്തെ സ്റ്റേ ബാക്ക് കിട്ടും. ഇഫ് യു ആർ എൻ ഇന്ത്യൻ സിറ്റിസൺ. നിങ്ങൾ ബ്രിട്ടീഷ് നാഷണലോ ഒക്കെ ആണെങ്കിൽ ഡിഫറൻ്റ് ആണ്. ബ്രിട്ടീഷ് നാഷണലോ ഹോങ്കോങ് സ്വദേശിയോ ആണെങ്കിൽ അപ് ടു 5 ഇയേഴ്സ് സ്റ്റേ ബാക്ക് കിട്ടുന്നുണ്ട്. അടുത്തതായിട്ട് പോസ്റ്റ് സ്റ്റഡി വർക്ക് സ്ട്രീം. ഇതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്, കാരണം ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നത് ബാച്ചിലേഴ്സ് മാസ്റ്റേഴ്സ് പ്രോഗ്രാമിനാണ്. അത് പോസ്റ്റ് സ്റ്റഡി വർക്ക് സ്ട്രീം എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. ഇനി മുതൽ അതിൻ്റെ പേര് പോസ്റ്റ് ഹയർ എഡ്യൂക്കേഷൻ വർക്ക് സ്ട്രീം എന്നായിരിക്കും. പോസ്റ്റ് ഹയർ എഡ്യൂക്കേഷൻ വർക്ക് സ്ട്രീം. അപ്പോൾ നിങ്ങളെപ്പോഴും അങ്ങനെ സെർച്ച് ചെയ്യാൻ നോക്കുക. പോസ്റ്റ് ഹയർ എഡ്യൂക്കേഷൻ വർക്ക് സ്ട്രീം പ്രകാരം ചേഞ്ചസ് ഇതാണ്. ഓൾ ഓവർ ദ വേൾഡ് ദ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് വിൽ ഗെറ്റ് 2 years ഓഫ് സ്റ്റേ ബാക്ക് ഫോർ സ്റ്റഡിങ് ബാച്ചിലേഴ്സ് പ്രോഗ്രാം. ആൻഡ് മാസ്റ്റേഴ്സ് പ്രോഗ്രാം പഠിക്കുകയാണെങ്കിൽ 2 yearsൻ്റെ സ്റ്റേ ബാക്കും, മാസ്റ്റർ ബൈ റിസർച്ചോ ഡോക്ടറൽ ഡിഗ്രിയോ ആണെങ്കിൽ 3 years ആണ്. നിൽക്കട്ടെ. ബട്ട് ഇന്ത്യൻ സ്റ്റുഡൻസിന് ഡിഫറൻ്റ് ആണ്. എന്തുകൊണ്ടാണ്? ഓസ്ട്രേലിയൻ ഇന്ത്യൻ എക്കണോമിക് കോപ്പറേഷൻ ആൻഡ് ട്രേഡ് എഗ്രിമെൻറ്റ് പ്രകാരം AIECTA പ്രകാരം സന്തോഷ വാർത്ത ഇതാണ്. ബാച്ചിലേഴ്സ് പഠിക്കുന്ന കുട്ടികൾക്ക് 2 കൊല്ലം തന്നെ സ്റ്റേ ബാക്ക് ആണെങ്കിലും ഫസ്റ്റ് ക്ലാസ് ഓണേഴ്സോടുകൂടി സ്റ്റെം സബ്ജക്ട്സിൽ ഇൻക്ലൂഡിങ് ICT എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ സബ്ജക്ട്സ് ആണ്. IT പഠിക്കുന്നവർക്ക് അപ് ടു 3 years സ്റ്റേ ബാക്ക് കിട്ടുന്നുണ്ട്. മാസ്റ്റേഴ്സ് പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് കോഴ്സ് വർക്ക് ആണെങ്കിലും എക്സ്റ്റൻഡ് ആണെങ്കിലും റിസർച്ച് ആണെങ്കിലും 3 yearsൻ്റെ സ്റ്റേ ബാക്കും, ഡോക്ടറൽ ഡിഗ്രീസ് ആണെങ്കിൽ 4 years സ്റ്റേ ബാക്കും. ദിസ് ഇസ് ഫോർ ഇന്ത്യൻ സ്റ്റുഡൻസ് കേട്ടോ. അപ്പോൾ ഇങ്ങനൊരു ആനുകൂല്യമാണ്. അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ആ ന്യൂസ് അത് കറക്റ്റാണ്. അതിൽ ഒത്തിരി പേർക്ക് സംശയം ഉണ്ടായിരുന്നു, ഈ സ്റ്റേ ബാക്ക് ഇങ്ങനെയൊക്കെ തന്നെയാണോ എന്ന്. അത് ഇന്ത്യക്കാർക്ക് ഈ എക്സ്ട്രാ സ്റ്റേ ബാക്ക് കിട്ടുന്നുണ്ട്. ഇത് മാത്രമല്ല, ഇത് കൂടാതെ നിങ്ങൾ റീജിയണൽ ഏരിയ പഠിക്കുമ്പോൾ കിട്ടുന്ന ബെനിഫിറ്റ്സ് ഇപ്പോഴും ഉണ്ട്. സെക്കൻഡ് പോസ്റ്റ് സ്റ്റഡി വർക്ക് സ്ട്രീം എന്നാണ് പറയുന്നത്. സെക്കൻഡ് പോസ്റ്റ് സ്റ്റഡി വർക്ക് സ്ട്രീം. അപ്പോൾ അതുവഴി റീജിയണൽ ഏരിയ കാറ്റഗറി 2-ൽ പഠിക്കുകയാണെങ്കിൽ +1ഉം കാറ്റഗറി 3-ൽ പഠിക്കുകയാണെങ്കിൽ +2 years ഓഫ് സ്റ്റേ ബാക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാനൊരു സിമ്പിൾ എക്സാമ്പിളിൽ എല്ലാം ഒന്ന് അഗ്രിഗേറ്റ് ചെയ്ത് പറയാം. ബാച്ചിലേഴ്സ് പഠിക്കാൻ വരുന്ന ഇന്ത്യൻ വിദ്യാർത്ഥിക്ക് ബാച്ചിലേഴ്സ് ഇൻക്ലൂഡിങ് ഓണേഴ്സ് ബാച്ചിലർ ഡിഗ്രി ആണ് എങ്കിൽ 2 yearsൻ്റെ സ്റ്റേ ബാക്ക് ആണ്. കാറ്റഗറി 1 സിഡ്നി, മെൽബൺ, ബ്രിസ്ബെയിനിൽ പഠിച്ചാലും കാറ്റഗറി 1 ആണ്, അവിടെ 2 years സ്റ്റേ ബാക്ക് ആണ്. കാറ്റഗറി 2-ൽ പഠിക്കുമ്പോൾ 3 years സ്റ്റേ ബാക്ക് ആണ്. അഡിലെയ്ഡ്, പെർത്ത് തുടങ്ങിയ സ്ഥലങ്ങൾ, കാൻബറ ഈസ് ഓൾ എക്സാമ്പിൾസ് ഓഫ് കാറ്റഗറി 2. ആൻഡ് കാറ്റഗറി 3-ൽ പഠിച്ചാൽ 4 years സ്റ്റേ ബാക്ക് കിട്ടും. ഡാർവിൻ, വാഗയൊക്കെയാണ് എക്സാമ്പിൾസ്. ഇനി നിങ്ങൾ ഫസ്റ്റ് ക്ലാസ് ഓണേഴ്സോടുകൂടി പാസ്സാവുകയാണെങ്കിൽ, ഓണേഴ്സ് ഡിഗ്രി 4 വർഷത്തേത് വിത്ത് ഫസ്റ്റ് ക്ലാസ് നിങ്ങൾ പാസ്സാവുകയാണെങ്കിൽ അഡീഷണൽ 2 to 3 years ഓഫ് സ്റ്റേ ബാക്ക് എന്നായിരുന്നു നേരത്തെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പക്ഷേ ഇപ്പോൾ പറയുന്നത് അപ് ടു 3 years എന്നാണ്. അപ്പം എനിക്ക് മനസ്സിലാവുന്നത് 3 yearsൻ്റെ സ്റ്റേ ബാക്ക് എന്ന മൊത്തത്തിൽ മാറ്റിയേക്കാണ്. നേരത്തെ പറഞ്ഞിരിക്കുന്നത് 2-ന് പകരം 2 പിന്നെയും 2 to 3 അല്ല, മൊത്തത്തിൽ 3 years സ്റ്റേ ബാക്ക് എന്നാണ് എഴുതിയിരിക്കുന്നത്. ബാച്ചിലേഴ്സ് ഡിഗ്രി വിത്ത് ഫസ്റ്റ് ക്ലാസ് ഓണേഴ്സ് ഇൻ സ്റ്റെം ഇൻക്ലൂഡിങ് ITക്ക് 3 yearsൻ്റെ സ്റ്റേ ബാക്ക്. അപ്പം 2 ഫസ്റ്റ് ക്ലാസ് ഇല്ലാത്തവർക്ക്, ഫസ്റ്റ് ക്ലാസ് ഉള്ളവർക്ക് 3 years സ്റ്റേ ബാക്ക്. അതാണ് ബാച്ചിലേഴ്സിൻ്റേത്. പ്ലസ് കാറ്റഗറി 2-ലാണെങ്കിൽ 4 yearsഉം കാറ്റഗറി 3-ലാണെങ്കിൽ 5 yearsഉം ആണ് ടോട്ടൽ സ്റ്റേ ബാക്ക് വരാൻ പോകുന്നത്. ഇനി ബാച്ചിലേഴ്സ് കഴിഞ്ഞു. ഇനി മാസ്റ്റേഴ്സിന് കാറ്റഗറി 1-ൽ 3 years, കാറ്റഗറി 2-ൽ 4 years, കാറ്റഗറി 3-ൽ 5 years ഫോർ ഇന്ത്യൻ സ്റ്റുഡൻസ് കേട്ടോ. ഇനി ഡോക്ടറൽ PhD ചെയ്യുന്നവർ കാറ്റഗറി 1-ൽ 4 years, കാറ്റഗറി 2-ൽ 5 years, കാറ്റഗറി 3-ൽ 6 yearsഉം സ്റ്റേ ബാക്ക് ഉണ്ട്. അപ്പോൾ ഈ ഇൻഫർമേഷൻ നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, പക്ഷേ പുതിയൊരു അപ്ഡേറ്റ് വന്നപ്പോൾ എല്ലാവർക്കും ഒരു സംശയമൊക്കെ കാണാം. അതുകൊണ്ട് വീണ്ടും ഒന്ന് ക്ലാരിറ്റിയോടുകൂടി വന്നതാണ്. അതുപോലെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ സുഹൃത്തുക്കളെ, 2 year എക്സ്റ്റൻഷൻ ഓഫ് പോസ്റ്റ് സ്റ്റഡി വർക്ക് റൈറ്റ്സ് നമ്മളെല്ലാം ഒത്തിരി പ്രതീക്ഷയോടെ കഴിഞ്ഞ ഇൻടേക്കിൽ ആപ്ലിക്കേഷനൊക്കെ കൊടുത്തിരുന്നു. പക്ഷേ മാറിയ എക്കണോമിക് സാഹചര്യങ്ങൾ പ്രകാരം സർക്കാർ അത് പിൻവലിച്ചു. അതുകൊണ്ട് തന്നെ ഇങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത്, 1 ജൂലൈ 2023 മുതൽ അപ്ലൈ ചെയ്യുന്നവർക്കായിരുന്നു ഈ പോസ്റ്റ് സ്റ്റഡി എക്സ്റ്റൻഡഡ് സ്റ്റേ ബാക്ക്. അതായത് ചില പർട്ടിക്കുലർ ഒക്യുപ്പേഷൻസിൽ പഠിക്കുന്നവർക്ക് അഡീഷണൽ 2 yearsൻ്റെ സ്റ്റേ ബാക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അത് ഭാഗ്യവാന്മാർ കിട്ടിയത് 1 ജൂലൈ മുതൽ ഈ ജൂലൈ 2024 വരെയുള്ളവർക്ക്, അതിനിടയിൽ പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്തവർക്ക് മാത്രമേ കിട്ടുള്ളൂ. ഇത് കണ്ട് തീരുമാനമെടുത്ത ആൾക്കാർക്ക് കിട്ടത്തില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ സ്ക്രീനിൽ ഞാനത് പറയാം. The extension has been reconsidered given Australia's changed economic
environment and additional considerations as identified in the migration strategy. As such, international higher education graduates will no longer be able to apply for the extension from mid-2024. അപ്പോൾ mid-2024 മുതൽ ആര് അപ്ലൈ ചെയ്താലും ഇതിന് അവൈലബിൾ അല്ല. ആർക്കൊക്കെ കിട്ടും? 1 ജൂലൈ 2023 മുതൽ ഗ്രാജുവേറ്റ് ആയവർക്ക് കിട്ടുമായിരുന്നു. അപ്പോൾ ആ ഒരു ഒറ്റ 1 ഇയർ വിൻഡോയിൽ ഇതൊന്നും അറിയാതെ പഠിക്കാൻ തീരുമാനമെടുത്തവർക്കൊക്കെ സ്റ്റേ ബാക്കിൻ്റെ സമയത്ത് ഇങ്ങനെ ഒരു ബോണസ് കിട്ടി. ബട്ട് ഈ ഒരു ന്യൂസ് കണ്ട് അത് തന്നെ പഠിക്കാൻ തീരുമാനമെടുത്തവർക്ക് ആ ഒരു ബോണസ് കിട്ടുന്നില്ല. ഒരു ട്രാൻസാക്ഷൻ അറേഞ്ച്മെൻറ്റ് ആവശ്യമാണ് ആ ഒരു വിൻഡോയിൽ കോഴ്സ് എടുത്തവർക്ക് എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ഇമിഗ്രേഷന് മെയിൽ അയക്കുകയും ചെയ്തിട്ടുണ്ട്. പറയാൻ പറ്റില്ല, ചില സമയത്ത് ഇങ്ങനെ ട്രാൻസാക്ഷൻ അറേഞ്ച്മെൻറ്റ്സ് വരാറുണ്ട്. കാരണം വി മെയ്ഡ് എ ഇൻഫോംഡ് ഡിസിഷൻ ബേസ്ഡ് ഓൺ ദ ഇൻപുട്സ് ഗിവൺ ബൈ ദ ഗവൺമെൻറ്. അപ്പം ന്യായം ശരിക്കും കുട്ടികളുടെ ഭാഗത്താണ്, അല്ലെങ്കിൽ ആരാണോ അത് അറിഞ്ഞ് തീരുമാനമെടുത്തവർ. ചിലപ്പോൾ നമ്മൾ പഠിച്ചു കഴിയുന്ന സമയത്ത് അങ്ങനെ ഒരു സ്റ്റേ ബാക്ക് കിട്ടിയേക്കാം. ബട്ട് അത് പ്രതീക്ഷിക്കേണ്ട ആരും. അങ്ങനെ കിട്ടുവാണെങ്കിൽ ഭാഗ്യം. അങ്ങനെ ഒരു ട്രാൻസാക്ഷൻ എഗ്രിമെൻറ്റ് വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. സോ see you again in another informative video. This is Jaswin signing out. Thank you.